സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നോ കോൾസ്. ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ നമ്മൾ പുതിയൊരു സെർവറാണ്. സെർവറിൻ്റെ പേരാണ് സ്കൈലാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇപ്പോൾ കുറേ ദിവസമായി കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം എന്താ റേറ്റിംഗ് കഴിഞ്ഞിരിക്കണത്. അപ്പോൾ ഫസ്റ്റ് എക്കണോമിക് സെർവറാണ്. ഞാനിപ്പോൾ ഒരു അയൺ ഫാമിൻ്റെ ഒരു പണിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളോട് കളിക്കാൻ റാമ്പ് ഉണ്ട്, പിന്നെ ഓർമാക്സ് ഉണ്ട്. അത് ഇതിനകത്തുള്ള പ്ലെയർ തന്നെയാണ് ഇപ്പോൾ എൻ്റെ കൂടെ കളിക്കുന്നത്. ഇതായിരുന്നു ഇപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ അയൺ ഫാം ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ ലൈവല്ല റെക്കോർഡിങ് ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ഒക്കെ ഫ്രണ്ട്സിനെ കാണാൻ ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ അതിൽ ഇതിൻ്റെ വീഡിയോ കാര്യം വരും. ഓക്കെ, നിങ്ങൾ കമ്മ്യൂണിറ്റി ടാഗ് കണ്ടിട്ടില്ലെങ്കിൽ ഓക്കെ, നമ്മുടെ KTLP ജസ്റ്റ് ഒന്ന് എൻഡായി സീസൺ 3ക്ക് വേണ്ടിയാണ്. ഓക്കെ, ഈ കുരുട്ട് ചോദിക്കുന്നു, അത് നീ ചോദിക്കുമ്പോ ചോദിച്ചായി. ഓർമാക്സ് എവിടെ പോയി ഓർമാക്സ് ഓർമാക്സ് ഒരു ഹായ് പറയൂ. അവന്റെ ഹായ് പിന്നെ മേടിക്കുന്നു. റാംബോ, ഇപ്പൊ നമ്മള് റാംബോ വിചാരിക്കുന്ന പോലെയല്ല. KTLPയിലെ റാംബോ അല്ല, ഇപ്പൊ സ്കൈലാൻഡിലെ റാംബോ ഫുള്ള് സീനാണ്. റാംബോ ഇതായിരിക്കുന്നു. എന്തിനാ? എന്താ പറഞ്ഞോ? എനിക്ക് അറിയാം നീ ഇങ്ങനെ കാണിക്കൂ. അപ്പോൾ നമ്മുടെ ഇനി മുതൽ സ്കൈലാൻഡിൻ്റെ വീഡിയോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്കൈലാൻഡ് അവസാനിക്കുന്ന വരെ വീഡിയോ കാണുന്നതായി. ഓക്കെ, എന്നിട്ടാണ് നിന്റെ വോർമാക്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ടോമിനൊക്കെ ഇട്ടതാടാ. ഒന്നും വർക്കാവുന്നില്ല എന്നാണ് നമുക്ക് പറയുന്നത്. അല്ല, റാംബോ അതെ ട്യൂമ രണ്ടുപേരും എന്താണ് ചെയ്യണം? അപ്പോൾ നമ്മുടെ ബേസ് കാണിക്കാൻ മറന്നു. ഞാൻ അതൊന്നും വിളിക്കുന്നത് അവന്മാർ രണ്ടുപേരും അവിടെ കിടന്ന് നല്ല മുട്ടനടിയാൻ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു എന്താ പറയുക ക്യാരറ്റ് ഫാമാണ്. ഓക്കെ, ചെറിയൊരു ക്യാരറ്റ് ഫാം മാനുവലാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ ഒരു ട്രീ ഫാം ഉണ്ട്, അത് മാനുവലാണ്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും മറ്റേ
എന്തൊരു ഇതിന്റെ പേരെന്തൊരു സ്നിപ്പർ, സ്നിപ്പർ സ്നിപ്പറിന്റെ സ്നിപ്പർ ഫാം ഉണ്ട് ഇവിടെ. സ്നിപ്പർ ഓട്ടോമാറ്റിക് ആണ്. അടിയിലേക്ക് പോകുമ്പോൾ ഒരു ഇത് കാണും, അപ്പൊ അതിനകത്ത് അവര് കിടക്കും. ഓക്കെ, അത് കുരുപ്പ് കുരുപ്പ് അപ്പൊ നമ്മുടെ ബ്രീഡർ കാണിക്കാം. നമുക്ക് ഇവിടെയായിട്ട് ബ്രീഡറാണ്. ഇതാണ് നമ്മുടെ ബ്രീഡർ. വില്ലേജറിന്റെ കുന്ന് കൂടിയിരിക്കുകയാണ്. വില്ലേജർ കുന്ന് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ലാഗ്, ഇവിടെ ഒരു നല്ല ലാഗ്. വേറെ ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. സോ നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ളവരെക്കാളും കുറച്ച് വലുതാണ് നമ്മുടെ ബേസ്. അവർ കോമ്പാക്ട് ടൂ. ഓക്കെ, പിന്നെ ഇവിടെ ആയിട്ട് ചെറിയ വേറൊരു ഫാം ഉണ്ട്, അത് ചുമ്മാ നട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെ 2 ബയോമ ഞാൻ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. വന്ന് ചെറിയ ബ്ലോക്കിന്റെ ബയോമ, പിന്നെ നമ്മുടെ ഇതെന്തൊരു ഇത് നമ്മുടെ മാംഗ്രൂവ് ബയോമ. ഈ 2 ബയോമ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളു നമ്മുടെ ബേസും കാര്യമില്ല. പിന്നെ മേളിലായിട്ടൊരു ബേസിന്റെ പണികളൊന്നും വീട് എല്ലാവരുടെ ബേസിലും ഓരോ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ബേസിൽ വീടില്ല. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു വലിയൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീട് ഉണ്ടാക്കുന്നത് PG വേൾഡ് എന്ന് പറഞ്ഞ വേറെ ഒരുത്തനാണ്, ഞങ്ങളുടെ ടീം തന്നെ ഉള്ളവനാണ്. സോ അപ്പൊ അവനാണ് ഈ വീടിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് ഈ സെർവറിൽ ഏറ്റവും കൂടുതൽ ഫുഡ് ഫാം ചെയ്യുന്നത് ഞങ്ങളുടെ സെർവറിൽ ഞങ്ങളുടെ ബേസിലാണ്. അതുകൊണ്ട് കുറെ പേര് ഞങ്ങളുടെ ബേസിലേക്കൊക്കെ വന്ന് ഫുഡ് വാങ്ങാറുണ്ട്. അല്ലേടാ ഒരു ഫസ്റ്റ് നമ്മുടെ ഈ സെർവറിന് എക്കണോമി ആയതുകൊണ്ട് തന്നെ ഈ സെർവറിൽ നമുക്ക് എന്നാ ഷോപ്പ് അവൈലബിൾ ആണ്. പിന്നെ ഓക്കെ, ഷോപ്പ് അവൈലബിൾ ആണ്. പിന്നെ ഓപ്ഷൻ ഉണ്ട്, അതായത് നമുക്ക് ഏതെങ്കിലും സാധനം വിൽക്കാനുണ്ടെങ്കിൽ ഈ സാധനം ഓപ്ഷനിൽ കൂടെ നമുക്ക് വിൽക്കാൻ പറ്റും. ഞാനിപ്പോൾ ഓപ്ഷൻ കാണിച്ചു തരാം. ഓപ്ഷൻ ഹൗസ്. സോ ഇതാണ് ഓപ്ഷൻ ഹൗസ്. ഇപ്പം ഞാൻ ഒരു ലെഗൻസ് ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ സ്പോണാണ്. സ്പോൺ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളുടെ ബേസ് ഫോണിന് തൊട്ടടുത്ത് തന്നെയാണ്. നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് സ്പോൺ ആണത്. പിന്നെ രജിസ്റ്റർ ചെയ്ത് പാസ്വേഡൊക്കെ അടിച്ചിട്ട് ഇതിനകത്ത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ സ്ഥലങ്ങളാണ്. ഈ 3 നിലകളുണ്ട്. ഈ 3ാമത്തെ ബ്ലേസില്ലേ, ഈ ബ്ലേസിൻ്റെ മണ്ടേ പിടിച്ച് വെക്കുകയാണെങ്കിൽ ഈ സാധനം കാണും കേട്ടോ. ഇതിനകത്ത് ഈ കിറ്റ് ഫസ്റ്റ് ഡെയിലി കിറ്റാണ് സാധനം. അത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്ലെയർ ആയതുകൊണ്ട് ഒരു കിറ്റ് കാണും. ഓക്കെ, മെമ്പർ കിറ്റ്. അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, ഫ്രീ ആയിട്ട് എടുക്കാം. പിന്നെ ഇവിടെ ഷോപ്പുണ്ട്. ഷോപ്പ് കുറേ ഐറ്റംസ് നമുക്ക് മേടിക്കാൻ കിട്ടുകയൊക്കെ ചെയ്യാം. നല്ല പൈസക്കാരിലാണ്. ഓക്കെ, സോ വേറൊരു കാര്യം കാണിച്ചു തരാം. എന്തേര് സോറി അവിടെ ഊരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കിറ്റി പിടിച്ചേക്കിയിട്ട് ഈ വാളി പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത്ര ഐറ്റംസ് നമ്മുടെ കയ്യിൽ വരും. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയൺ സോഡ്, ഒരു സ്റ്റോൺ പിക്കാസ്, ഒരു സ്റ്റോൺ സോഡ്, പിന്നെ ലെതറിൻ്റെ ആർമർ, പിന്നെ 2 നോർമൽ കീട്ട്. ഈ നോർമൽ കീട്ടിൽ എന്നാ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ നടുക്കുള്ള ഈ ഒരു സാധനത്തിനെ കണ്ട ഈ പാമ്പിൻ്റെ തല അതിനകത്ത് എടുത്തിട്ട് നിങ്ങൾ സോഡ് പിടിക്കണം. ഓക്കെ, സോഡ് പിടിച്ചിട്ട് ഈ തലയെ പിടിച്ച് നെക്കി കിടക്കുമ്പോൾ തന്നെ ഇതേപോലെ സാധനം കിടന്ന് പോകും. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ക്യാരറ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നല്ല ഗുണമുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് തന്നെ എല്ലാ ഐറ്റംസും കിട്ടും.
സോ ഇതപ്പോൾ എലക്ട്രാണ് കിട്ടിയത്. രണ്ട് നോർമൽക്ക് ഉണ്ട്, രണ്ട് നോർമൽക്ക് ഇതുപോലെ നമുക്ക് അടിച്ച് നോക്കാൻ പറ്റും. ഓക്കെ, സോ ഡയമണ്ട് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഡയമണ്ട് ഇതുപോലെ കുറെ ലക്ഷം കയ്യിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് അത്യാവശ്യം എന്തുവാ ഞാൻ സർവൈവൽ കളിച്ച് ബാക്കിയെല്ലാം നമുക്ക് പൈസ കൊടുത്ത് പൈസ ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ 6000 രൂപയാണ് ഇപ്പൊ എനിക്ക് എൻ്റെ കയ്യിലുള്ളത്. 6000 രൂപയുള്ളൂ. ഇവിടെ എന്തൊരു രാമ്പക്ക് പണി, ഇവിടെ എന്തൊരു പണി? അപ്പൊ ഇവിടെ വേറൊരു ഇതാണ്. ഓക്കെ, സോ നമുക്ക് വേറൊരു സംഭവം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തൊരു മറ്റേ എൻ്റെ പേരെന്തൊരു മറ്റേ പേര് ഷുഗർ കെയിൻ ഫാം ഉണ്ട്. ഞാൻ ഇതിനകത്ത് കളിക്കുന്ന വോർമാക്സ് ഇല്ല, വോർമാക്സിന്റെ ബേസിലുള്ള സംഭവമായിരുന്നു. അവൻ ഈ സ്ഥലം വിട്ടിട്ട് ഈ ബേസ് വിട്ടിട്ട് പോവാണ്. അപ്പൊ അൺക്ലൈം ചെയ്ത് എൻ്റെ അടുത്ത് ക്ലൈം ചെയ്യണമെന്ന് ചോദിച്ചു. ക്ലൈം ചെയ്തു, സ്വാഭാവികമായിട്ട് നമ്മൾ ക്ലൈം ചെയ്യലോ, അല്ലേ. അതാണ്. അപ്പൊ ഇതാണ് ഷുഗർ കെയിൻ ഫാം. ഓക്കെ, അതാണ് ഈ സാധനം ഓടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഷുഗർ കെയിൻ ഫാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഷുഗർ കെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയ്ക്ക് ചെന്നല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ എന്താ ഇത്ര ഒരു ഇതാണ് എനിക്ക് 306 ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്ലൈം ചെയ്യേണ്ട രീതി ഒന്നും ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ക്ലൈം ചെയ്യാൻ അറിയുമെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ സ്ഥലം കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലൈം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവന്മാർക്ക് എന്തൊക്കെ പറ്റി? അപ്പൊ നിങ്ങൾക്ക് ഈ സർവറിൽ കയറി കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർവറിന്റെ ഡിസ്കോഡ് ചാനലിൽ ലിങ്ക് ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർവറിന്റെ ഫുൾ ഡീറ്റെയിൽസും പിന്നെ സർവറിന്റെ IP കാര്യം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഡിസ്കോഡും പിന്നെ സർവറിന്റെ IP ഇടുന്നില്ല. നിങ്ങളുടെ ഡിസ്കോഡ് കയറിയ ശേഷം IP പോർട്ട് എന്ന് പറഞ്ഞൊരു ചാറ്റ് ഉണ്ട്. ആ ചാറ്റ് പോയി കഴിഞ്ഞാൽ IP കിട്ടും, നിങ്ങൾക്ക് ഇതിനകത്ത് കയറി കളിക്കുകയും ചെയ്യും. ഓക്കെ, ഇതിനകത്ത് ജനറൽ വോയിസ് എന്ന് പറഞ്ഞൊരു വോയിസ് VC ഉണ്ട്, അതായത് വോയിസ് കോൾ. ഓക്കെ, VC ഉണ്ട്. അപ്പൊ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഇടയ്ക്കൊക്കെ ഞാൻ കയറും. ഓക്കെ, അപ്പൊ എൻ്റെ അടുത്ത് എന്നോടൊക്കെ സംസാരിച്ച് മിന്നി പറഞ്ഞൊക്കെ കളിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾ ഫോണിലെത്തിയ ശേഷം അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ നടന്ന് എങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ബേസ് ഉണ്ട്. ഇതിൻ്റെ അടിയിൽ ബീക്കറും കാര്യമാണ്, ബീകളാണ് ഇതിൻ്റെ അടിയിൽ. ഓക്കെ, ഇതൊക്കെ ഇത്രയുള്ളൂ നമ്മുടെ ഈ ബേസിന്റെ വിശേഷങ്ങളും. ഓക്കെ, പിന്നെ സർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കണോമിക് സർവറാണ്. അതിനകത്ത് ഷോപ്പ് ഉണ്ട്. എക്കണോമിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഷോപ്പ് ഉണ്ട്. ബാക്കി പിന്നെ അതിനകത്ത് ക്ലൈം ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലൈം ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലൈം കാര്യം ചെയ്തതിന് ശേഷം സൂപ്പറായിട്ട് നിങ്ങൾക്ക് കളിക്കാം. നിങ്ങളുടെ ബേസിൽ ആരും ശല്യപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ടീം അലോഡാണ്. ഓക്കെ, സിംഗിൾ പ്ലെയർ അല്ല, ടീം തന്നെ നിങ്ങൾക്ക് അലോഡാണ്. ഇഷ്ടം എത്ര പേരാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് അത്ര പേര് വേണമെങ്കിൽ ഇതിനകത്ത് ടീമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഏജന്റ് മൈൻഡ് ബോയ് അല്ല, നീ അടിക്കണം എന്നെ, അടിക്കണം. ഓടിപ്പോയി, പേടിക്കൊന്നും വേണ്ട, ഞാൻ ചെയ്തിട്ട്. അപ്പത്തേക്ക് ചെറുക്കം ക്ലൈമിലേക്ക് കയറി. പയ്യെ നിങ്ങൾ കൊടുക്കും. എന്തിനാ വേണ്ട നിനക്ക് എന്തിനാ വേണ്ട? എന്ത് വേണം നിനക്ക്? എന്താ വേണ്ട? എന്തിന്? എടാ, ഈ പാന്തർ എന്തോ പറയുന്നു. ഒന്നും മിണ്ടായിരുന്നു. എന്തോ പറയണ? റോക്കറ്റോ?
കാന്തർക്ക് റോക്കറ്റ് അപ്പൊ ഇതാ ഇത്ര ഉള്ളു നമ്മുടെ ബേസും കാര്യങ്ങളും. ഓക്കെ, ഇങ്ങോട്ട് പോകാം. അപ്പൊ ഇവിടെ കുറേ ബേസും കാര്യമുണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ താമസിക്കും. വേറൊരു സന്തോഷമാണ് ഈ സർവറിൽ ജോബ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു ജോബ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ജോബ്സ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ തലകൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ 1.20 കളിക്കണ കാരണം എനിക്ക് തലകളൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എക്സ്പ്ലോറർ ജോബ് എല്ലാ തരം ജോബ് ഉണ്ട്. ഓക്കെ, അതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. യെസ്, സോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കും ആണെങ്കിൽ ഇതിനകത്ത് കയറി കളിക്കാം. പിന്നെ വൈറ്റ് ലിസ്റ്റഡ് അല്ല, പബ്ലിക് സെർവറാണ്. ഓക്കെ, അപ്പോൾ ഈ സെർവറിൽ കയറി കളിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി. ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ആ ഡിസ്കോഡ് സെർവറിൽ കയറിയിട്ട് IP പോർട്ട്, ഓക്കെ, IP പോർട്ട് എന്ന കാര്യം പറഞ്ഞാൽ ഒരു ചാറ്റ് ഉണ്ടാവും. ആ ചാറ്റിൽ പോയി നിങ്ങൾക്ക് IP കിട്ടും. IP കിട്ടി കഴിഞ്ഞാൽ നേരെ IP അടിച്ച് നേരെ ഈ സെർവറിലേക്ക് കയറിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. അവന്മാരവിടെ വലിയ തരത്തിലാണ്. ഇതിപ്പോ excuse me guys. എടാ ഓർമാക്സ് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. വൈൻഡപ്പ് ചെയ്തിട്ട് എന്തോണി പറഞ്ഞു. വൈൻഡപ്പ് ചെയ്യട്ടെ, ഒന്നും വേണ്ടായിരിക്കുക. വെൽക്കം ബാക്ക് ഒരു ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്കൈലാൻഡ് എന്ന് പറഞ്ഞ സെർവർ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കയറി കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്കോഡ് ചാനൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഡിസ്കോഡിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് IP പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് IP കാണാം, കയറി ജോയിൻ ചെയ്യുക, എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ ഇതിൻ്റെ തന്നെ ആയിരിക്കും. KTLP എൻ്റെ ആയിരിക്കുകയാണ്. ഓക്കെ, ഒരു സാഡ് ന്യൂസാണ്. KTLP എൻ്റെ ആയിരിക്കുകയാണ്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാത്തവരൊക്കെയായി നമ്മുടെ KTLP എൻ്റെ ആയിരിക്കുകയാണ്. KTLP എൻ്റെ ആയിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സീസൺ 3 കണ്ടുവരാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് 3 വന്നു കഴിഞ്ഞാൽ അപ്പം എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.